ജനുവരി മാസം 1-ാം തീയതി 2025 പുതുവത്സരം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനവുമായി ഇരുവാൽത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമായ ദൈവത്തിൻ്റെ വചനവുമായി പ്രാണനെയും സദ്യ മഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ദൈവത്തിൻ്റെ വചനവുമായി ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി ഈ പുതുവത്സരത്തിൽ വിൻസെൻ്റ് തോമസ് ഏവർക്കും ക്രിസ്തു യേശുവിൽ കൃപയും സമാധാനവും നേരുന്നു. ആദ്യമായി ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നമുക്ക് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് സങ്കീർത്തനം 90 അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ പുതുവത്സര സന്ദേശം ആരംഭിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് സങ്കീർത്തനം 90 അതിൻ്റെ 2-ാമത്തെ വാക്യം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. ഈ പുതുവത്സരത്തിൽ ഇപ്രകാരമുള്ള അനാദിയും ശാശ്വതനുമായ ദൈവത്തിൽ നിന്ന് തുടങ്ങാം. അത് അനുഗ്രഹത്തിനായി തീരും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്കതുകൊണ്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് പുതുവത്സര സന്ദേശം ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ സൂക്ഷിച്ചു പരിപാലിച്ചു, ദൈവവചനം നൽകി. ഈ വർഷവും കർത്താവെ ഞങ്ങൾ തുടരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചും മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചും തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി ജീവനും ചൈതന്യവുമുള്ള ഈ ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തണമേ. അങ്ങനെ ഈ വർഷം ഏറ്റവും അനുഗ്രഹീതമായ ഒരു വർഷമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. ഇന്നത്തെ പുതുവത്സര സന്ദേശം അതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയുടെ 2 വർഷം ദൈവകൃപയാൽ തികയുകയും ഇത് പുതുവത്സരമാണ്. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നാഴികക്കല്ല് തുറക്കുകയാണ് എന്നുള്ളതും സന്തോഷകരമായ ഒരു വാർത്തയാണ്. അങ്ങനെ BBC മലയാളം ദൈവകൃപയാൽ 2 വർഷം പിന്നിട്ട് 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ദൈവകൃപയുടെ ഒഴുക്കുകൾ ദൈവിക ശുശ്രൂഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ദൈവകൃപ കൂടാതെ ഇത് സംഭവിക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവ് സൂക്ഷിച്ചു പരിപാലിച്ചു, ദൈവകൃപയിൽ പൊതിഞ്ഞ് 2 വർഷം നടത്തി 3-ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. എന്നാൽ ഈ ശുശ്രൂഷയ്ക്ക് വിരോധമായ മാനുഷികമായ വശങ്ങളുമുണ്ട്. ഒന്നാമത് മടുപ്പ് വരാം, മടുത്തു പോവും. പഠിപ്പിച്ച് മടുത്തു പോകാനുള്ള ഒരു സാധ്യത, മടുപ്പ് ഒരു പ്രശ്നമായി ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ ശ്രദ്ധയില്ലാതെ പഠിപ്പിക്കുക എന്നുള്ളതും അതൊരു ഈ ശുശ്രൂഷയ്ക്ക് അത് ദൈവകൃപയ്ക്ക് വിരോധമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. മൂന്നാമതായിട്ട് ഉത്സാഹക്കുറവ്.
നമുക്കൊരു എൻകറേജ്മെൻറ്റ്, ഒരു ഉത്സാഹം, ഇതിൻ്റെ ഫലങ്ങൾ കണ്ട് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഉത്സാഹമുള്ളവരായിരിക്കുക എന്നുള്ളതും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവയെല്ലാം മടുപ്പ്, അശ്രദ്ധ, ഉത്സാഹക്കുറവ് ഇവയെല്ലാം ശുശ്രൂഷ ശത്രുക്കളാണ്. എന്ത് പറയാനും എളുപ്പമാണ്. നല്ല ഭാഷാ ചാതുര്യമുണ്ട് എങ്കിൽ, വായിക്കാനായിട്ട് കഴിവുണ്ട് എങ്കിൽ, പ്രസംഗശാസ്ത്രം പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് കേൾവിക്കാരെ മാസ്കരികമായ വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന മാർഗങ്ങളുണ്ട്. എന്നാൽ സത്യം കണ്ടെത്തി തിരുവചനത്തിലെ ജീവനും ചൈതന്യവുമുള്ള ദൈവവചനത്തിലെ സത്യം കണ്ടെത്തി സത്യം പഠിപ്പിക്കുക അത് ശ്രമകരമായ ഒരു കാര്യമാണ്. ആയതിനാൽ വലിയ ദൈവകൃപയുടെ വ്യാപാരവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് അത്യന്താപേക്ഷിതമാണ്, അത് ആവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ശുശ്രൂഷകനെയും കേൾവിക്കാരെയും ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. രണ്ടുപേർക്കും, എനിക്കും എന്നെ കേൾക്കുന്നവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുന്നു. മുഖ്യമായും 4 ഉദ്ദേശങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ ഈ വർഷം ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവവചനമാകുന്ന ബൈബിൾ. ഇത് ദൈവവചനമാണ്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് സാക്ഷാൽ സത്യമാണ് എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് വചനമാകുന്ന ബൈബിളിൻ്റെ പ്രാധാന്യം ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. രണ്ടാമതായിട്ട് ദൈവവചനത്തിലെ ദൈവം. വേറെ ഒരു ദൈവമില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ രചയിതാവായ ദൈവവും അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിലും വളരെ മുഖ്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാനല്ലാതെ വേറെ ദൈവമില്ല. ഈ വേദപുസ്തകത്തിലെ ദൈവം മാത്രമാണ് ഏക സത്യ നിത്യ ദൈവം. അതുകൊണ്ട് രണ്ടാമതായിട്ട് ദൈവവചനത്തിലെ ദൈവത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് ദൈവവചനത്തിലെ യേശു ക്രിസ്തുവിലൂടെ മാത്രം. ശ്രദ്ധിച്ചാലും ദൈവവചനത്തിലെ യേശു ക്രിസ്തുവിലൂടെ മാത്രം കൃപയാൽ വിശ്വാസത്താൽ നിത്യരക്ഷ, മനുഷ്യരക്ഷ, പാപത്തിൻ്റെ പരിഹാരം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം, അത് കൃപയാൽ, അത് വിശ്വാസത്താൽ ദൈവവചനമാകുന്ന ബൈബിളിലെ യേശു ക്രിസ്തുവിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നും തിരുവചനം പറയുന്നത് കൊണ്ട് ഞങ്ങൾ അതിനും വളരെ പ്രാധാന്യം നൽകണം. നാലാമതായിട്ട് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. പരിശുദ്ധാത്മാവില്ലാതെ ഈ ശുശ്രൂഷയോ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യമോ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമോ നമ്മുടെ ഈ ലോക ജീവിതത്തിലുള്ള കുറിച്ചുള്ള കാര്യങ്ങളോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ വർഷം ശുശ്രൂഷ മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കാൻ, ഇതിനോട് ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട വാക്യങ്ങൾ വായിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഇത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വായിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എബ്രായയിലെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽത്തലയുള്ള ഏത് വളനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജികളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ പ്രാധാന്യം ഞങ്ങൾ മുൻ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും, ഇത് ഞങ്ങളുടെ ശുശ്രൂഷയുടെ പിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 6-ാം വാക്യപ്രകാരമാണ് വായിക്കുന്നത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ വിശ്വാസം, ദൈവമുണ്ട് എന്ന വിശ്വാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശുശ്രൂഷയിൽ നാം ചെയ്യുന്നത് ഇവനെ അന്വേഷിക്കുക, എന്നാൽ ദൈവകൃപയെ ഞങ്ങൾ കണ്ടെത്തി ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി ശുശ്രൂഷക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ. അതുപോലെ തന്നെ 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അത് 1 തിമോത്തി 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അത് എന്നുള്ളത് ഇത് സുവിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മുൻഭാഗങ്ങളിൽ അതുകൊണ്ട് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദവുമാകുന്നു. ദൈവസന്നിധിയിൽ നല്ലതും പ്രസാദവുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം പറയുന്നത് അതിൻ്റെ 4-ാം വാക്യത്തിലാണ്. അവൻ ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്, ദൈവത്തിൻ്റെ വിൽ, സോവറിൻ വില്ലാണ്. അതുകൊണ്ട് രക്ഷ പ്രാപിക്കുക എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലും അത് പാപപരിഹാര ബലിയാണ് എന്നും അതുകൊണ്ട് ദൈവം അവനെ 3-ാം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യ രക്ഷ ദൈവം സൗജന്യമായി നൽകുകയാണ്. അതുകൊണ്ട് വിശ്വാസം സ്വീകരിക്കുക മാത്രം. ഈ 3 കാര്യങ്ങൾ. 4-മതായിട്ട് രക്ഷയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലമല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാവുന്നു. 9-ാം വാക്യം. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമില്ല. ഈ ദൈവവചനം വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. മനുഷ്യൻ്റെ പ്രവൃത്തിയാലല്ല രക്ഷ ലഭിക്കുന്നത്, അത് വിശ്വാസത്താലാണ്, അത് കൃപയാലാണ് എന്നുള്ളത് ഈ വാക്യം അത് സ്പഷ്ടമായിട്ട് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഈ 4 പ്രധാനപ്പെട്ട വാക്യങ്ങൾ മുൻകണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുവാൻ ദൈവം ഇടവരുത്തുക. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം, ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായി ശുശ്രൂഷയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യരാജാവായി അക്ഷയനും അദർശനുമായ ഏക ദൈവത്തിന് എന്നേക്കും മഹത്വവും ബഹുമാനവും മഹത്വവും. ആമേൻ. അടുത്തതായി നമുക്ക് പുതുവത്സര സന്ദേശത്തിലേക്ക് കടക്കാം. അത് നമ്മൾ വായിച്ചതുപോലെ സങ്കീർത്തനം 90 ആണ് നമ്മൾ പുതുവത്സരത്തിൻ്റെ പ്രസംഗത്തിനായിട്ട്, സന്ദേശത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 90-ാം സങ്കീർത്തനമാണ്. അതിപ്രകാരമാണ് തുടങ്ങുന്നത്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യം, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. 1-ാം വാക്യം നമ്മൾ പരിശോധിച്ചാൽ കർത്താവ് തലമുറ തലമുറയായി മോശയുടെ സങ്കേതമായിരുന്നു. മോശ എഴുതിയ സങ്കീർത്തനമാണ് ഇത്. ഏകദേശം 1500 BC
അദ്ദേഹം മരിച്ചു. മോവാബ് ദേശത്ത് വെച്ച് അദ്ദേഹം മരിക്കാനുണ്ടായത്. അതിനു മുമ്പ് എഴുതപ്പെട്ട സങ്കീർത്തനമാണ് എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ഒരു സങ്കീർത്തനമാണ്. ഈ മോശയുടെ ദൈവത്തെ, അവൻ സങ്കേതമാക്കിയ ദൈവത്തെ, അവൻ ആശ്രയിച്ച ദൈവത്തെ, അവനിൽ നിന്ന് നമുക്ക് ഈ പുതുവത്സരം ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 90-ാം സങ്കീർത്തനത്തിൽ കർത്താവിധി തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഇവിടെ മോശ എഴുതുന്നത് ഞങ്ങളുടെ സങ്കേതം എന്ന് പറയുമ്പോൾ മോശയുടെ പിതാക്കന്മാരുമായിട്ടുള്ള ആ തലമുറ, മോശയ്ക്ക് മുമ്പ് എബ്രാഹിം വരെയുള്ള ആ തലമുറ പറയുകയാണ്, തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്. ഈ സങ്കേതം എന്നുള്ളൊരു വാക്ക് അത് ആശ്രയം എന്നെല്ലാം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള മൂല അർത്ഥം സേഫ്റ്റി, സുരക്ഷിതത്വം എന്നുള്ള, അവനോട് കൂടെ വസിക്കുക എന്നുള്ളൊരാശയമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൽ തുടങ്ങി, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ചാരി അവനിൽ ജീവിക്കുന്ന ഒരു ജീവിതം ഈ പുതുവത്സരത്തിലെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. അപ്പം അങ്ങനെ സങ്കീർത്തനം 91 നമ്മൾ വായിക്കുമ്പോൾ യഹൂദിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ വാസ്തവമാണ്. എന്നാൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പസ്തോലൻ യഹൂദിനെ സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. കാരണം അദ്ദേഹം, അപ്പസ്തോലനായ പൗലോസ്, സഭയുടെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഭയുടെ, തൻ്റെ ശരീരമായ സഭയുടെ അപ്പസ്തോലനായിരുന്നു. അദ്ദേഹം ജന്മനാൽ ഒരു യഹൂദനായിരുന്നു. അപ്പം ജന്മനാലുള്ള ഒരു യഹൂദിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് 8-ാം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം, 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ, പൗലോസ്. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ. അപ്പം ഇവിടെ നമുക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച്, ആരാണ് ഇസ്രായേൽ? വാഗ്ദത്ത ദേശമായ, വാഗ്ദത്ത ജനമായ ഇസ്രായേൽ. അതിൽ ആരാണ് അതിന് അംഗങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. അവരുടെ തലമുറയായാണ് അവരുടെ ദൈവം, അവരുടെ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തോടുള്ള വാസം. അതാണ് മോശ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പിന്നെ വായിക്കണം, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, നിയമപ്രകാരം ഫരീസ്യൻ. അങ്ങനെ വിവിധ തലങ്ങളിൽ നമുക്ക് യഹൂദനെ തിരിച്ചറിയാൻ തക്കവണ്ണം, ആ തലമുറയെ തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് ഇവിടെ അവസരം ലഭിക്കുകയാണ്. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാകുന്ന സഭ, യേശുക്രിസ്തു തലയും അവൻ്റെ ശരീരവും, ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ അംഗത്വം യഹൂദന്മാർക്ക് ജന്മനാൽ ആണ് എങ്കിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ ബൈബിൾ അനുസരിച്ച് അത് ജന്മനാൽ അല്ല നാം അംഗമായി തീരുന്നത്. സ്പഷ്ടമായി ദൈവവചനം പറയുകയാണ്. അത് ശിശുസ്നാനത്താലല്ല, മറിച്ച് വീണ്ടും ജനനത്താലാണ്. റോമാലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വാക്യങ്ങൾ, അത് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്. അത് വായിക്കുമ്പോൾ സാക്ഷാൽ യഹൂദനാരാണ്? ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവൻ, ഹൃദയത്തിൽ വീണ്ടും ജനിച്ചവൻ, അവനാണ് സാക്ഷാൽ യഹൂദൻ. എന്നാൽ ജന്മനാൽ ദൈവം അവരെ യഹൂദ ജനമാക്കി തീർത്തിരിക്കുകയാണ്. അപ്പം ആയതിനാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന
ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ നാം വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. അത് വിശ്വാസത്താലാണ്, ദൈവകൃപയാലാണ്, ദൈവത്തിൻ്റെ സൗജന്യമായൊരു വാഗ്ദാനമാണ്. അത് നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആയതിനാൽ പുതുവർഷം വീണ്ടും ജനനം നാം പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വിവിധ തരത്തിലുള്ള ഉപദേശങ്ങൾ, അതിനെ സ്വാധീനിക്കാൻ തക്കവണ്ണം ധനാഢ്യരായിട്ടുള്ള കോമാളികൾ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വസ്തുത ഞാൻ ഈ വായിക്കുന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ ധനികൻ ദരിദ്രൻ്റെ മേൽ ഭരണം നടത്തുന്നു, കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരാണ് ഭരണം നടത്തുന്നത്? സഭയാണോ? സഭയുടെ ശുശ്രൂഷകളാണോ? പള്ളി അല്ലെങ്കിൽ ആ കെട്ടിടം, അത് നടത്തുന്ന ആ സംഘടന, അവരാണോ നമ്മളെ ഭരിക്കുന്നത്? നമ്മൾ അവരുടെ ദാസന്മാരാണോ? അടിമകളാണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിൽ യഹൂദൻ ജന്മനാൽ യഹൂദനാണ്. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. അത് ധനാഢ്യരായ കോമാളികൾ ദൈവവചനത്തെ കോട്ടി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമ്മളെ ഭരിക്കുന്നത്, നടത്തുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ആരുടെ അടിമയാണെന്ന് നാം ഈ പുതുവർഷം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം ജീവിക്കുന്ന ലോകം ഭരിക്കുന്നത് ധനാഢ്യരായ കോമാളികളാണ്. ഈ ലോകം ഭരിക്കുന്നത് നമ്മൾ ആരുടെ പൈസ, ധനം നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന അവരുടെ അടിമകളാണ് നാം. കടം കൊടുക്കുന്നവന് കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ്. ദൈവവചനം പറഞ്ഞിരിക്കുകയാണത്. ഇതൊരു പ്രമാണമാണ്. അതുകൊണ്ട് സാക്ഷാൽ സ്വാതന്ത്ര്യം, സാക്ഷാൽ ധനസ്വാതന്ത്ര്യം, വ്യക്തിപരമായിട്ട്, കുടുംബമായിട്ട്, രാഷ്ട്രമായിട്ട് ഈ പുതുവർഷത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വലിയ ഒരു മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും നമുക്ക് ഉണ്ടാകേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ പുതുവർഷത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ധനാഢ്യരായ കോമാളികളിൽ നിന്നും നമുക്ക് മോചനം ആവശ്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം ആവശ്യമാണ്, കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യം ആവശ്യമാണ്, രാഷ്ട്രത്തിൻ്റെ മോചനം ആവശ്യമാണ്. ഇനി അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 90-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. അത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ സഭയുടെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, യഹൂദ വിശ്വാസത്തിൻ്റെ ഏറ്റവും നാഴികക്കല്ലാണ്. ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ദൈവമാണ്. ഈ ദൈവമാണ് സൃഷ്ടിച്ചത്. ഈ ദൈവത്തിൽ നിന്നാണ് നമ്മൾ ഈ പുതുവത്സരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ദൈവവചനത്തിലെ ഒരുപാട് കാര്യങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. ദൈവമായിരിക്കുന്നതിനാലും സൃഷ്ടാവ് ആയിരിക്കുന്നതിനാലും അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവന് ഉണ്ട് എന്ന് നാം വിശ്വസിക്കേണ്ടതാകുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. അതിനുവേണ്ടിയുള്ള തെളിവുകൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ, മനസ്സാക്ഷിയിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, ഈ പ്രപഞ്ചത്തിൽ ദൈവം കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് ഈ വർഷം നാം നിത്യനാകുന്ന ദൈവം നിത്യനാകിയാൽ അവനിൽ നിന്ന് ഈ പുതുവർഷം
നമുക്ക് ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പരിപൂർണമായി മനുഷ്യരെ അറിയുന്നവനും ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നവനുമാകുന്നു. 3 മുതൽ 11 വാക്യം ഞാൻ ഓടിച്ചെന്ന് വായിക്കാൻ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ട്. ഒരു പുതുവത്സരത്തിൽ ധാരാളം സമയമെടുത്ത് നിങ്ങളുടെ സമയവും എൻ്റെ സമയം അത് കളയണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു തലക്കെട്ട് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ വായിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകാൻ സാധിക്കും. 3-ാമത്തെ 90-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അതിപ്രകാരമാണ്. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിൽ രാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുകയും അവ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞാൻ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യുന്നു. നിന്റെ ക്രോധത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാർ. ഈ വർഷം ദൈവത്തെ മനസ്സിലാക്കി, പാപമെന്ത് എന്ന് മനസ്സിലാക്കി, പാപത്തിൻ്റെ പരിഹാരം എന്തെന്ന് മനസ്സിലാക്കി അത് ഗ്രഹിക്കാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കണം. ദൈവത്തിലേക്ക് തിരിയണം, ദൈവത്തിലേക്ക് തിരിയണം, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ വിശ്വസിച്ച് നാം ഒരു പുതിയ ആരംഭം ഈ വർഷം കുടിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. ഒന്ന്, യാഥാർത്ഥ്യമെന്ന് സത്യമെന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിത്യനായ ദൈവം. എന്നാൽ പാപനിമിത്തം മനുഷ്യൻ ക്ഷയമുള്ളവനായി തീർന്നു. 70 ഏറിയാൽ 80, അതും പ്രയാസവും ദുഃഖവും ഉള്ളത്. ഇത് രണ്ടും ഒരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ, നാം എല്ലാവരും ഈ നിത്യനായ ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളത് പരമപ്രധാനമായി ഞാൻ മനസ്സിലാക്കുകയാണ്. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. മോശയുടെ പ്രാർത്ഥനയുമാണ്. ഏകദേശം 1500 BC എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ, കണക്കാക്കുകയാണെങ്കിൽ 2024 1500, അത്ര വലിയ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് മോശ എഴുതിയ ഒരു പ്രാർത്ഥനയാണ് ഇത്. യഹോവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 14-ാം വാക്യത്തിൽ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. അതൃപ്തിയുള്ള ഈ ദുഃഖവും പ്രയാസവുമുള്ള ഈ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് തൃപ്തി കിട്ടേണ്ടത്. എന്നാൽ നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ആഘോഷിച്ചാണ്. 15-ാം വാക്യത്തിൽ നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദുഃഖവും പ്രയാസവും നിറഞ്ഞ ലോകത്തിൽ നമുക്ക് സന്തോഷം ഈ വർഷം ആവശ്യമാണ്. ദൈവത്തിലേക്ക് നമ്മൾ തിരിയണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, അത് നമ്മൾ സ്വന്തമാക്കണം. അതുപോലെ 16-ാം വാക്യത്തിൽ ദൈവമഹത്വം വെളിപ്പെടുമാറാകട്ടെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും. ഇന്നത്തെ കുടുംബങ്ങളും കുടുംബത്തിലെ തലമുറകളും എല്ലാം ഇന്ന്
ദൈവമില്ലാതെ വചനമില്ലാതെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, തിരുവചനത്തിലെ വെളിപ്പാടുകൾ നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ രാഷ്ട്രത്തിലേക്കും വരുവാൻ തക്കവണ്ണം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ 17-ാം വാക്യം, ദൈവപ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. കൃപ, ദൈവകൃപ നമ്മളിൽ ഇരിക്കുമാറാകട്ടെ എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് മോശ പ്രാർത്ഥിച്ച് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം, ആ പ്രസാദം എന്നുള്ള വാക്കിന് കൃപ എന്നുള്ള ആശയം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ. ധനാഢ്യരായ കോമാളികൾ ഈ ലോകത്തെ ഭരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മുടെ പ്രവൃത്തികളുടെ ഫലം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ പുതുവത്സരം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ പുതുവർഷം ദൈവത്തിൽ നിന്ന് ആരംഭിക്കാം. പുതുവത്സരത്തിൽ ദൈവം സങ്കേതമായിരിക്കട്ടെ, ആശ്രയമായിരിക്കട്ടെ. പുതുവത്സരത്തിൽ ദൈവം വാസസ്ഥലം ആയിരിക്കട്ടെ. 12-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ഈ വർഷത്തെ ആഗ്രഹം, ഈ വർഷത്തെ നമ്മുടെ വ്യക്തിപരമായ പ്രമേയം, നമ്മുടെ വ്യക്തിപരമായ ഈ വർഷത്തെ തീരുമാനം, ഒന്ന്, പുതുവർഷം വീണ്ടും ജനനം പരിഗണിക്കണം. രണ്ടാമത്, ധനാഢ്യരായ കോമാളികളിൽ നിന്ന് മോചനം വിഷയമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ട് നാം എടുക്കേണ്ടത് ആവശ്യം. ധനാഢ്യരായ കോമാളികളിൽ നിന്നുള്ള മോചനം. മൂന്നാമതായിട്ട്, ദൈവ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം കൃപാലുവാണ്, കരുണാമയനാണ്, നല്ല ദൈവമാണ്. അവനിലേക്ക് ചെന്നാൽ അവൻ പ്രതിഫലം നൽകുന്നതാണ്. നമ്മൾ വായിച്ചല്ലോ എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, അവൻ അടുക്കൽ വരുന്നവനുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും നാം വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസം നമുക്ക് ഉറപ്പായിട്ട് ഈ ദൈവത്തിലേക്ക് കടക്കാൻ ദൈവം സഹായിക്കട്ടെ. 4-മതായിട്ട്, ജ്ഞാനമുള്ളൊരു ഹൃദയം. എന്തിനു വേണ്ടിയുള്ള ജ്ഞാനമുള്ള ഹൃദയമാണ്? നമ്മുടെ ആയുസ് 70 ഏറിയാൽ 80, അതും പ്രയാസവും ദുഃഖവും നിറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ദൈവം തരുന്ന ഈ പുതുവർഷം 2025 അത് ജ്ഞാനമുള്ളവരായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം, അത് പുതിയ നിയമോപദേശം കൂടിയാണ്. വാക്ക് വൈസ്ലി, നോട്ട് അൺവൈസ്ലി എന്ന് എഫേസ്യരിൽ പറയുന്നു. നമ്മൾ ജ്ഞാനമുള്ളവരായിട്ട്, ദൈവിക ജ്ഞാനം ഉള്ളവരായിട്ട് നാം നാളുകളെ എണ്ണുവാൻ നമ്മൾക്ക് ആവശ്യമാണ്. അനാദിയായ ശാശ്വതമായ ദൈവം താൽക്കാലികരായ നമ്മെ ജ്ഞാനമുള്ളവരായി ജീവിക്കുവാൻ പിതാവായ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ഈ ആശംസ ഞങ്ങൾ വായിക്കുകയാണ്. അനാദിയായ ശാശ്വതമായ ദൈവം താൽക്കാലികരായ നമ്മെ ജ്ഞാനമുള്ളവരായി ജീവിക്കുവാൻ പിതാവായ ദൈവം യേശുക്രിസ്തു ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, പുതുവത്സരത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും നിന്റെ വചനം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ വർഷം പുതിയ തീരുമാനങ്ങളോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തക്കവണ്ണം നിന്റെ വചനം ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.